നമസ്കാരം. UDF സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തെ വളരെയധികം രൂക്ഷമായി വിമർശിച്ചിട്ടുണ്ട് പലപ്പോഴും. അതിന് കാരണവുമുണ്ട്. കാരണം 5 വർഷങ്ങൾ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരുന്നപ്പോൾ അദ്ദേഹം സർക്കാരിനെയോ പിണറായി വിജയനെയോ പ്രതിസന്ധിയിലാക്കാവുന്ന പല വിഷയങ്ങളും ഉണ്ടായിട്ടും ആ വിഷയങ്ങളുമായിട്ടൊന്നും കോടതിയെ സമീപിച്ചില്ല എന്നുള്ളതായിരുന്നു പ്രധാനമായും അദ്ദേഹത്തെ വിമർശിക്കാനുള്ള കാരണം. എന്നാൽ മൃഗീയമായ ഭൂരിപക്ഷം നേടി UDF അധികാരത്തിൽ വന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. അതിനുശേഷം അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിനെ അഭിനന്ദിക്കാതെ വയ്യ. ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. പത്രസമ്മേളനത്തിനായാലും മറ്റ് പൊതുവേദികളിലായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അത് വളരെ അർത്ഥവത്തുള്ളതാണ്. അതുമാത്രമല്ല, അത് ജനങ്ങളെ കൂടുതൽ ആകർഷിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും സംസാര ഭാഷയും ശരീരഭാഷയും മുഖഭാവവും രീതിയുമെല്ലാം അങ്ങനെയാണ്. കാരണം കഴിഞ്ഞ 10 വർഷങ്ങൾ ഒരു ദുർമുഖം കണ്ട് പിണറായി വിജയൻ എന്ന കേരളത്തിലെ ഏറ്റവും കഴിവുകെട്ട മുഖ്യമന്ത്രിയുടെ ദുർമുഖം കണ്ട് മനം മടുത്തവരാണ് മലയാളികൾ, ഞാൻ ഉൾപ്പെടെയുള്ള മലയാളികൾ. അങ്ങനെയുള്ളവർക്ക് ഈ വി.ഡി. സതീശൻ്റെ ഇത്തരത്തിലുള്ള പെരുമാറ്റം അത് വളരെ സന്തോഷമുണ്ടാക്കുന്നതാണ്, പ്രതീക്ഷയുണ്ടാക്കുന്നതാണ്. മുമ്പ് ഉമ്മൻചാണ്ടിയിൽ നിന്നാണ് ഇത്തരത്തിൽ വളരെ പ്രസന്നതയുള്ള ഒരു പെരുമാറ്റം കണ്ടിട്ടുള്ളത്. V.S. അച്യുതാനന്ദൻ മറ്റൊരു തലത്തിലുള്ള നേതാവായിരുന്നു. എങ്കിലും അദ്ദേഹത്തെയും എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരം, പ്രസംഗം അതൊക്കെ നീട്ടിക്കുറുക്കിയുള്ള ഒരു സംസാരമൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്നു. അതിന് രാഷ്ട്രീയ ഭേദമൊന്നും ഉണ്ടായിരുന്നില്ല. വി.ഡി. സതീശനും ഇപ്പോൾ അതുപോലെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ചില ദൃശ്യങ്ങൾ, ഓരോ ദൃശ്യങ്ങളും അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ഓരോ ദൃശ്യങ്ങളും വരുന്നുണ്ട്. ആ ദൃശ്യങ്ങളിൽ ഇന്ന് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു ദൃശ്യം കണ്ടത് ഒരു സ്കൂളിൽ സന്ദർശനത്തിനെത്തിയപ്പോഴാണെന്ന് തോന്നുന്നു. വി.ഡി. സതീശൻ കുട്ടികളെ ചേർത്തു പിടിച്ച് അടുത്തേക്ക് വാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന ഒരു രംഗം. തീർച്ചയായും അത് വളരെ സന്തോഷമുണ്ടാക്കുന്നതാണ്. ഇവിടെ പിണറായി വിജയനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. അന്തംകമ്മികളൊക്കെ പറയും അദ്ദേഹത്തിൻ്റെ തനതായ ഭാവമാണ്, കാരിരുമ്പ് പോലെയുള്ള മനസ്സാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മറ്റു ഉറവ കിനിഞ്ഞിറങ്ങുകയാണെന്നൊക്കെയാണ് അന്തംകമ്മികൾ പറയുന്നത്. ഇത് ഞാൻ പറയാൻ വേണ്ടി മറ്റൊരു കാരണം കൂടിയുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ വളരെ മോശമായിട്ടാണ് മുഖ്യമന്ത്രിയെ ഈ അന്തംകമ്മികൾ പ്രചരിപ്പിക്കുന്നത്, അദ്ദേഹത്തെ അവഹേളിക്കുന്നത്. അത് അദ്ദേഹത്തെ മാത്രമല്ല, ഇപ്പോൾ ആരോഗ്യമന്ത്രി മുരളീധരനെയും ഇത്തരത്തിലുള്ള അവഹേളനത്തിന് പാത്രമാക്കുന്നുണ്ട് അന്തംകമ്മികൾ. ഈ അന്തംകമ്മികൾ പറയുന്നത് നിപ്പ ഇപ്പോൾ കേരളത്തിൽ പിടിമുറുക്കുകയാണല്ലോ. മുമ്പ് നിപ്പ വന്നപ്പോൾ അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു ദൗർഭാഗ്യം കൊണ്ടാണ്, വീണ ജോർജിൻ്റെയും KK ശൈലജയുടെയും പിണറായി വിജയൻ്റെയും ഒക്കെ ഒരു കാലക്കേട് കൊണ്ടാണ് എന്നൊക്കെയാണല്ലോ കേരളത്തിലെ ജനങ്ങൾ പ്രചാരണം നടത്തിയത്. ഇപ്പോൾ വന്നത് ഈ മുരളീധരൻ്റെ ഒരു കാലക്കേട് കൊണ്ടാണോ ദൗർഭാഗ്യം കൊണ്ടാണോ എന്നൊക്കെയാണ് വിവരവും വെള്ളിയാഴ്ചയും വെളിവും ഒന്നുമില്ലാത്ത അന്തംകമ്മികൾ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഈ മുഖ്യമന്ത്രിയുടെ കാര്യം കൂടിയാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഓരോ പ്രവൃത്തികളും, അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വളരെ ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം കൂടാനും UDF സർക്കാരിന് പിന്തുണ കൂടാനുമുള്ള കാര്യങ്ങളാണ്. അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾക്കകമാണ് അദ്ദേഹം ജനപ്രിയമായിട്ടുള്ള പല തീരുമാനങ്ങളും എടുത്തത്. ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക, അതുപോലെ അംഗൻവാടി ടീച്ചർമാരുടെ വേതനം വർദ്ധിപ്പിക്കുക, ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതോടൊപ്പം തന്നെ പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കാണിച്ച പല കൊള്ളരുതായ്മകളും വീണ്ടും അന്വേഷിക്കാനുള്ള ഉത്തരവും മുഖ്യമന്ത്രി നൽകി. അത് തീർത്തും അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം പിണറായി വിജയനെ കണ്ടു മടുത്ത നമ്മൾക്ക് ഇനി ഇതുപോലെ ഒരു മുഖ്യമന്ത്രി അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. എല്ലാം പെട്ടെന്ന് ശരിയാക്കാനൊന്നും കഴിയില്ല. എന്നാൽ ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 3 ആഴ്ചകൾക്കുള്ളിൽ തന്നെ എടുത്തു പറയത്തക്ക പല വികസന പ്രവർത്തനങ്ങളും പല ജനങ്ങൾക്ക് ഒരു പ്രയോജനമുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വി.ഡി. സതീശന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഏകദേശം അതുപോലെയൊക്കെ ആകാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ട്. അത് പിണറായി വിജയൻ ശ്രമിക്കുന്നതല്ല, PR വർക്കുകാർ അദ്ദേഹത്തെ തള്ളിവിടുന്നതായിരിക്കും. കാരണം ഇന്നലെ ഒരു സർക്കാർ ആശുപത്രിയിൽ വന്യജീവിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ഒരു കുട്ടിയെയോ മറ്റോ കാണാനായി എത്തി. ഇതൊക്കെ വലിയ രീതിയിൽ അന്തംകമ്മികൾ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പുച്ഛം തോന്നുകയാണ്. മുഖ്യമന്ത്രിയായിരുന്ന 10 വർഷങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും പിണറായി വിജയൻ സർക്കാർ ആശുപത്രിയുടെ പടി പോലും ചവിട്ടിയ ഓർമ്മ എനിക്കില്ല. ആകെ ഒരു തവണ പോയത് ക്വാറന്റീനിൽ, കോവിഡ് പിടിമുറുക്കിയ സമയത്ത് പിണറായി വിജയനും ഭാര്യയും കൂടി ക്വാറന്റീനിൽ കഴിയാനാണ്. അന്ന് പോലും ക്വാറന്റീൻ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട്, കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അവിടെ നിന്ന് എടുത്ത് ചാടി ഓടിയ ആളാണ് പിണറായി വിജയൻ. അത്രയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. അന്ന് പിണറായി വിജയൻ ഒരു മുഖ്യമന്ത്രിയെ ഒരു മാതൃകയാകേണ്ട ആളാണ്. ആ മാതൃക ആകേണ്ട ആളാണ്
ഇത്തരത്തിൽ ക്വാറന്റീനിൽ കഴിഞ്ഞിട്ട് ഇതൊന്നും എനിക്ക് ബാധകമല്ല, എനിക്കിതൊന്നും ഒരു വിഷയമല്ല എന്ന മട്ടിൽ എടുത്തു ചാടി ഓടിയത്. ആ പിണറായി വിജയനാണ് ഇന്നലെ വളരെ സാവധാനം നടന്നു വന്ന് മുഖത്തൂടെയൊക്കെ ഇങ്ങനെ കരുണ വഴിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കുകയാണ് ആ മുഖഭാവത്തിൽ വന്ന് ഈ ആശുപത്രിയിൽ ഈ കുട്ടിയെ കാണാനായി വന്നത്. എത്രയോ സന്ദർഭങ്ങൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തുണ്ടായിട്ടുണ്ട്. ഒരു തവണയെങ്കിലും പിണറായി വിജയൻ ഇത്തരത്തിൽ വന്നിട്ടുണ്ടോ? നമുക്കറിയാം, വയനാട് ദുരന്തമുണ്ടായപ്പോൾ തന്നെ പിണറായി വിജയൻ അവിടെ ഈ കോൺക്രീറ്റ് ചെയ്യുന്ന തൊഴിലാളികൾ ഇടുന്ന റബ്ബർ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് അവിടെ വന്നത് എല്ലാം നഷ്ടപ്പെട്ട്, അതായത് ഉറ്റവരും ഉടയവരും ഉടുതുണിയും പോലും നഷ്ടപ്പെട്ട് മനസ്സ് തകർന്ന് ഈ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇരുന്ന ആൾക്കാർ വന്ന് ഇദ്ദേഹത്തെ മുഖം കാണിക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി. അതൊക്കെ നമുക്ക് ഓർക്കുന്നുണ്ടാകും. എന്തായാലും പിണറായി വിജയനെയും വി ഡി സതീശനെയും തമ്മിൽ താരതമ്യപ്പെടുത്തി എന്നേ ഉള്ളൂ. ഈ അന്തം കമ്മികളുടെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ മുഖവിലേക്ക് എടുക്കരുത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ പറയുന്നത് എന്താണോ അതാണ് വേദവാക്യം. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഇത്തരത്തിലുള്ള ഒരു സർക്കാരാണ്. ഈ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇതുവരെയുള്ള ഈ 3 ആഴ്ചക്കിടയിലുള്ള അവരുടെ പ്രവർത്തനത്തിൽ ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി പേർ സംതൃപ്തരാണ്. ഇവിടെ പിണറായി വിജയനെയും വി ഡി സതീശനെയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി എന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അന്തം കമ്മികളുടെ ഈ കുപ്രചരണങ്ങളിൽ വിശ്വസിക്കരുത്.